ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സെക്ഷനായ 15.2 എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇൻറ്റഗ്രൽസ് ആണ്. അപ്പോൾ അതിലെ രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് സെയിം റീജിയനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ് എഫും ജിയും ആണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ആർ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് സി ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആയിരിക്കും. വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദി ഇൻറ്റഗ്രൽ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ 4 ഇൻറ്റു സം ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് 4 ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ആൻഡ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എന്ന് എഴുതാം. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മാണ് നമ്മുടെ ഇൻറ്റഗ്രാൻഡ് എന്ന് പറയുന്നത്. വി ക്യാൻ സ്പ്ലിറ്റ് ദ ഇൻറ്റഗ്രൽ. അതായത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ജി ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ആസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ ഡി എൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് വൈ അല്ലെങ്കിൽ കോസ് വൈ ഇൻറ്റു എക്സ് ഡി എ ആണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ബൈ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ സൈൻ എക്സ് ബൈ എക്സ് ഡി എ പ്ലസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ കോസ് വൈ ഇൻറ്റു എക്സ് ഡി എ എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ റീജിയൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതുമാണ് നമ്മുടെ റീജിയൻ. അതായത് ഈ മിഡിലെ ഏരിയ ഇല്ല, ഈ ഷെയ്ഡഡ് പോർഷൻ മാത്രമാണ് നമ്മുടെ ഏരിയ. അതായത് ഈ R1, ഈ ഫസ്റ്റ് ഷെയ്ഡഡ് പാർട്ടിനെ R1 എന്ന് വിളിക്കാം, സെക്കൻഡ് പാർട്ട് R2 എന്ന് വിളിക്കാം. ആ R1ഉം R2ഉം ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലല്ലോ, സെപ്പറേറ്റ് സെക്ഷനാണ്. നമ്മുടെ റീജിയൻ ആണെങ്കിലോ ഈ പോർഷൻ പ്ലസ് ഈ പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ഈ റീജിയനിലെ ആ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക പ്ലസ് ഈ റീജിയനിൽ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, രണ്ടും കൂടി സം ചെയ്താൽ മതി. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. സോ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ R1 എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ R2 എഫ് ഓഫ് എക്സ് വൈ ഡി എ. വേറെ R1 ആൻഡ് R2 ആർ നോൺ ഓവർലാപ്പിംഗ് റീജിയൻസ് ആയിരിക്കണം. ഓവർലാപ്പിംഗ് ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമ്മുടെ R എന്ന് പറയുന്ന റീജിയനും കിട്ടണം. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് വൈ നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ വാല്യൂ വിൽ ബി നോൺ നെഗറ്റീവ്. ഇനി എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂസ് എപ്പോഴും ജി ഓഫ് എക്സ് വൈനേക്കാളും കൂടുതലായിരിക്കും. എവിടെ, നമ്മുടെ റീജിയനിൽ ആർ എന്ന് പറയുന്ന റീജിയനിൽ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂസ് എപ്പോഴും ജി ഓഫ് എക്സ് വൈനേക്കാളും വലുതാണെങ്കിൽ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ വിൽ ബി ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ ആയിരിക്കും. ഇത്രയാണ് ഡബിൾ ഇൻറ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ വോള്യൂം ഓഫ് ദി wedge like solid that lies beneath the surface z is equal to 16 minus x square minus y square and above the region are bounded by ഏതൊക്കെയാണ്, y equal to 2 root x, y equal to 4x minus 2 and x axis. ഈ മൂന്ന് റീജിയൻ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം റീജിയനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 16 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, y ഈക്വൽ ടു 2 റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, 2 ഇൻറ്റു 0 ദറ്റ് ഈസ് 0. സോ എക്സിന് 1 കൊടുത്ത് നോക്കാം. അപ്പോൾ വൈയോ എക്സ് 1 ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് 2 ഇൻറ്റു റൂട്ട് 1, സോ 2 വരും. സോ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്, എക്സ് 0 ആകുമ്പോൾ വൈ 0, എക്സ് 1 ആകുമ്പോൾ വൈ 2. സോ the region will be somewhat like this. ഇങ്ങനെ പോകുന്ന കേർവ് ആയിരിക്കും. ഇതാണ് y ഈക്വൽ ടു 2 റൂട്ട് എക്സ്. സോ y ഈസ് ഈക്വൽ ടു 2 റൂട്ട് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണ്. ഇനി അടുത്ത ഏതാ, y ഈക്വൽ ടു 4x മൈനസ് 2 എന്ന് പറയുന്ന ഗ്രാഫ് ഏതാന്ന് നോക്കാം. ഇതിൽ അതേപോലെ തന്നെ എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, y ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 0 മൈനസ് 2. സോ 0 മൈനസ് 2 ദാറ്റ് വിൽ ബി മൈനസ് 2. എക്സ് 1 ആകുമ്പോൾ y ഈക്വൽ ടു 4 ഇൻറ്റു 1 മൈനസ് 2, 4 മൈനസ് 2 ദറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി y 0 ആകുമ്പോഴോ
y0 ആകുമ്പോൾ 0 ഈസ് ഈക്വൽ ടു 4x മൈനസ് 2 ആണ്. സോ 2 ഈക്വൽ ടു 4x വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2/4, അതായത് 0.5 ആകുമ്പോഴാണ് 0 ആണ്. സോ അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 0.5 ആകുമ്പോൾ y 0 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ y എന്തായിരിക്കും? 2 ആണ്. ഇത് ലൈനാണല്ലേ. y ഈക്വൽ ടു 4x മൈനസ് 2 എന്ന് പറയുന്നത് ലൈനാണ്. സോ y ഈസ് ഈക്വൽ ടു 4x മൈനസ് 2 എന്ന് പറയുന്ന ലൈനാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. സോ ദിസ് ഈസ് ദ പോയിൻറ്റ് 2. മറ്റേതെങ്ങനെയാണ് വരിക? ഇതെങ്ങനെ പോകും. സോ ദിസ് ഈസ് ദ റീജിയൻ. ഇവിടെ നോക്കിയേ, എക്സ് ഈക്വൽ ടു 0 to 1 കൊടുത്തു കഴിഞ്ഞാൽ 1ൻ്റെ ഇവിടെ ഇല്ലല്ലോ, ഇത്രയും പോർഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഇത് 2 ആണ്. y റേഞ്ചസ് ഫ്രം 0 to 2 കൊടുക്കാം, എക്സിനാണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതണം. y ഈക്വൽ ടു 2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ y/2 ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആയിരിക്കും. സോ എക്സ് എന്ന് പറയുന്നത് y/2 ആണ്. സോ വി ഗെറ്റ് y²/4 ആണ്. ഇവിടെയാണെങ്കിലോ y ഈക്വൽ ടു 4x മൈനസ് 2 ആണ്. y പ്ലസ് 2 ഈക്വൽ ടു 4x കിട്ടി. സോ എക്സ് ഈക്വൽ ടു y+2/4. സംഭവം 0 to 1 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും പോർഷൻ നമുക്ക് ഒഴിവാക്കണം. നമ്മൾ എക്സിന് 0 to 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കണം, എന്നിട്ട് മൈനസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പോർഷനൊക്കെ മൈനസ് ചെയ്യണം. കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ y ഈക്വൽ ടു 0 to 2 കൊടുക്കുക. y വേരീസ് ഫ്രം 0 to 2 കൊടുക്കുക. എക്സിന് വാല്യൂ കൊടുക്കുക. ഏതാണ്? എക്സ് വേരീസ് ഫ്രം y²/2 to y+2/4. ഇതാണ് നമ്മുടെ റീജിയൻ വരുന്നത്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോ റീജിയൻ എന്ന് പറയുന്നത് അടുത്ത പേജിൽ എഴുതുകയാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of xy ഈസ് ഈക്വൽ ടു 16 മൈനസ് x² മൈനസ് y² ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. x varies from where to where? y²/4 less than or equal to x less than or equal to y+2/4 എന്ന് പറയുന്ന റീജിയൻ ആണ്. സോ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 0 to 2 ഇൻറ്റഗ്രൽ y²/4 to y+2/4. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 16 മൈനസ് x² മൈനസ് y². ആദ്യം ഇത് ഇതിൻ്റെയാണ് ലിമിറ്റ്, എക്സിൻ്റെതായതുകൊണ്ട് ഡി എക്സ് ദെൻ dy. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ 0 to 2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 16 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. x² ഇൻറ്റഗ്രൽ x³ മൈനസ് y² കോൺസ്റ്റൻ്റ് ആണ്. സോ y² ഇൻറ്റു എക്സ് ഫ്രം വേർ ടു വേർ? y²/4 to y+2/4 dy. ഇന്ന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 16 ഇൻറ്റു y+2/4 മൈനസ് y+2/4³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് y² ഇൻറ്റു y+2/4 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 16 ഇൻറ്റു y²/4 മൈനസ് y²/4 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇവിടെ ഒരു മൈനസും പുറത്തൊരു മൈനസും ഉണ്ട്, പ്ലസ്. സോ മൈനസ് ഓഫ് മൈനസ് അഗെയിൻ പ്ലസ് വരും. y² ഇൻറ്റു y²/4 dx. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 4 4s are. സോ 4 ഇൻറ്റു y+2 മൈനസ് ഇത് 4³ എന്ന് പറയുന്നത് എത്രയാണ്? 4³ ഈസ് 64/3. സോ 1/64 ഇൻറ്റു 3 വരും. y+2 ഹോൾ ക്യൂബ് പ്ലസ് ഇത് വരുന്നത് y³ പ്ലസ് y² ഇൻറ്റു y³ പ്ലസ് 2y² ഡിവൈഡഡ് ബൈ 4. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4y² പ്ലസ് 4³ എന്ന് പറയുമ്പോൾ അഗെയിൻ 1/3 ഇൻറ്റു 64 y² ക്യൂബ്. അപ്പോൾ y⁻²² ഇൻറ്റു 3 6 പ്ലസ് y⁴/4 dx എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. 0 to 2 4y
പ്ലസ് 8 മൈനസ് 1/192. ഇത് എ പ്ലസ് ബി ഹോൾ ക്യൂബ് കൊടുക്കുക. എ ക്യൂബ് പ്ലസ് 4y സ്ക്വയർ എ പ്ലസ് ബി ഹോൾ ക്യൂബാണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2 6y സ്ക്വയർ പ്ലസ് 12y പ്ലസ് 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8. y ക്യൂബ് ബൈ 4 ഇത് 1/2y സ്ക്വയർ മൈനസ് 4y സ്ക്വയർ പ്ലസ് 192y raised to 6 പ്ലസ് y raised to 4/4 dx. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ അപ്പർ ലിമിറ്റ് 2 കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ഡു ഇറ്റ്, കംപ്ലീറ്റ് ഇറ്റ്. ഇനി ഇത് ജസ്റ്റ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു dy ആണ്. വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 4yയുടെ ഇൻ്റഗ്രൽ y സ്ക്വയർ ബൈ 2 വരും. ഇത് y raised to 4/4. ഇത് y ക്യൂബ് ബൈ 3. ഇവിടെ y സ്ക്വയർ ബൈ 2. ഇത് 8y. ഇവിടെയും 8y വരും. ഇത് y raised to 4/4 വരും. y ക്യൂബ് ബൈ 3. എഗെയിൻ y ക്യൂബ് ബൈ 3. ഇവിടെ y raised to 7/7. ഇവിടെ y raised to 5/5. ഓക്കെ, ചെയ്ത് നോക്കാം, കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത പ്രോബ്ലം ഇവാലുവേറ്റ് integral 0 to x root of x square plus y square dy dx. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പണ്ട് +2 പഠിച്ച ഒരു ഫോർമുലയാണ്. ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇവിടെ എക്ക് പകരം എക്സ് ആണല്ലേ, എക്സിന് പകരം വൈയും. സോ ഇൻറ്റഗ്രൽ 0 to a, ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് 1/2 ഇൻറ്റു എക്സിന് പകരമുള്ളത് വൈ ആണ്. സോ വൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ ലോഗ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിൻ്റെ ഡി എക്സ് ഫ്രം വേർ ടു വേർ 0 to x കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഈ 1/2 കോൺസ്റ്റൻ്റ് അല്ലേ, സോ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ 0 to a, വൈക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് കൊടുക്കുക എക്സ് സ്ക്വയർ. ലോവർ ലിമിറ്റ് കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തം 0 ആയി. സെക്കൻഡ് ടേം എന്താ വരിക? ഈ ടേം മൊത്തം 0 ആയി. മൈനസ് ഇവിടെ കൊടുത്ത് നോക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് മോഡ് 0 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 0 ഡി എക്സ്. ആദ്യം ഇതാണ് ഫോർമുല, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എക്ക് പകരം എക്സ് വരും, എക്സിന് പകരം വൈ വരും. അപ്പോൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 എക്സ് എന്ന് വെച്ചാൽ ഇവിടെ വൈ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അതായത് വൈ സ്ക്വയർ
പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ലോഗ് മോഡ് ഇൻ പ്ലേസ് ഓഫ് എക്സ് വി ഹാവ് വൈ പ്ലസ് റൂട്ട് ഓഫ് ദിസ് വൺ ഫ്രം 0 to x. അപ്പർ ലിമിറ്റ് കൊടുക്കുക, y ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ ഇത് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് മോഡ് എക്സ് സ്ക്വയർ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വരും. ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് y ഇൻറ്റു ആയതുകൊണ്ട് ഈ മൊത്തം ടേം 0 ആയി. സെക്കൻഡ് ടേം എന്താ വരിക, എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് 0 പ്ലസ് റൂട്ട് ഓഫ് എക്സ്. സോ ഇത് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to a. ഇത് 2x സ്ക്വയർ ആണ്. റൂട്ട് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് 2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് ഇതും ക്യാൻസലായി. ബാക്കി വരുന്നത് എന്താണ്, സോറി ഇത് 0 അല്ലേ, റൂട്ട് എക്സ് സ്ക്വയർ ബാക്കി dx. സോ 1/2 ഇൻറ്റഗ്രൽ 0 to a എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ്. സോ ദിസ് ഈസ് 2 റൂട്ട് 2, ഇത് എക്സ്, ഇവിടെ ഒരു എക്സ്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് 2x വരും. x square log x. So this is 1/2 into integral 0 to a root 2x square plus x square out into log. ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. ആ എക്സ് സ്ക്വയർ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്നത് എന്താ, ലോഗ് മോഡ്. ഇവിടെ എങ്ങനെ എന്നല്ല എക്സ് കോമൺ അല്ലേ. സോ ബാക്കി വരുന്നത് ഇവിടെ 1ഉം ഇവിടെ റൂട്ട് 2ഉം മൈനസ് ഈ എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് പോയി. ബാക്കി വരുന്നത് എന്താ, ലോഗ് എക്സ് dx. So this is equal to 1/2 root integral 0 to a root 2x square plus x square into log m minus log n എന്ന് വെച്ചാൽ log m/n ആണ്. സോ ലോഗ് എക്സ് ഇൻറ്റു 1 പ്ലസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വരും dx. ഇതും ക്യാൻസലായി. ലോഗ് എം മൈനസ് ലോഗ് n എന്ന് വെച്ചാൽ ലോഗ് m/n. So this is equal to 1/2 integral 0 to a root 2x square plus x square into log 1 plus root 2 dx. ഇനി with respect to x integrate ചെയ്യുക. So 1/2 into root 2 x square integral x cube by 3 plus ഇവിടെ x square integral x cube by 3 log 1 plus root 2 from 0 to a. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ മൊത്തം 0 ആയി. So this is 1/2 into root 2/3 a cube plus a cube by 3 into log 1 plus root 2. So this is the final answer. വേണമെങ്കിൽ ഈ 3 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 1/6 a ക്യൂബ് വരും, റൂട്ട് 2 പ്ലസ് ലോഗ് 1 പ്ലസ് റൂട്ട് 2 എന്ന് വേണമെങ്കിൽ എഴുതാം. എ ക്യൂബും 3യും കോമൺ അല്ലേ, അത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1/6 a ക്യൂബ് ഔട്ട് സൈഡ് വരും. ബാക്കി റൂട്ട് 2 പ്ലസ് ലോഗ് 1 പ്ലസ് റൂട്ട് 2 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.